ഹലോ, വെൽക്കം ബാക്ക്. ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഓർഗനൈസറെല്ലാം സെറ്റാക്കി വെച്ച് ഞങ്ങളിതാ റെഡിയായി ബീച്ചിലോട്ട് പോകാൻ കേട്ടോ. വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. പറഞ്ഞു പോയത് തന്നെ തെറ്റായി. സമ്മറാണ്, വെയിലാണ്, അടിപൊളി ചൂടാണ്. അങ്ങനെ റൂമെല്ലാം പൂട്ടി ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. വാതിക്കൽ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ റൂമിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചുട്ട് കൊള്ളുന്ന ചൂടാണ്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. 2 വണ്ടിയിലാണ് ഇപ്പം ഞങ്ങൾ ബീച്ചിൽ വരുന്നത്. അങ്ങനെ ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏറായി വരുന്ന ഒരു വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ടാണ് ആദ്യം പോയത്. ബീച്ചിൽ ഒരുവിധ ആൾക്കാരില്ല, വന്നു തുടങ്ങുന്ന പോലും സമയമല്ല. കാരണം ഈ നട്ടുച്ച വെയിലത്ത് ആര് വരാനാണ്. ഇവളുടെ നിർബന്ധത്തിനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ തണുക്കെട്ടെന്ന് കരുതി നല്ല സ്കീയുടെ അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓറിയോ ചോക്ലേറ്റ് ഫ്ലേവറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഓറിയോ ബിസ്ക്കറ്റ് തന്നെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഓറിയോയുടെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളിതാ റയാന് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി അവൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പോകുമ്പോൾ എല്ലാം വണ്ടിയിലായതുകൊണ്ട് തന്നെ എല്ലാം വെച്ച് കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ്. അങ്ങനെ അവന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്സാണ് ബോൾ കളിക്കുക എന്ന് പറയുന്നത്. അവൻ എവിടെ ചെന്നാലും അതിപ്പോൾ പുന്നപ്രയിലായിക്കോട്ടെ ആലപ്പുഴയിലായിക്കോട്ടെ അവന് വേണ്ടി ഒരു കളക്ഷൻ ഓഫ് ബോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന ടൈമിൽ ഇതെല്ലാം കൊണ്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പിന്നെയും അത് വാങ്ങിപ്പിക്കും കേട്ടോ. അങ്ങനെ ഐറ ചെന്ന ഉടനെ തന്നെ ഒരു ഊഞ്ഞാലി കയറി പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഉറങ്ങാതെ വന്നുകൊണ്ട് തന്നെ റയാനും നല്ല രീതിയിൽ മയക്കം വരുന്നുണ്ട് കേട്ടോ. മടിയിൽ കയറ്റി ഇരുത്തി പതുക്കെ മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവൻ ഉറങ്ങി വരുന്നുണ്ട്. ഉറങ്ങി മടിയിലും കൂടെ ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഞങ്ങളുടെ അവിടെ വെയിലാണെങ്കിൽ കൂടി തണൽ മരത്തിൻ്റെ തറയിലും അതുപോലെ തന്നെ കാറ്റ് വരുന്നതുകൊണ്ട് സുഖത്തിൽ തന്നെ അവൻ ഉറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരെ അവന് മസാജ് ചെയ്ത് കൊടുത്തുള്ളെങ്കിൽ കൂടി അവൻ പതുക്കെ ഉറക്കത്തിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി അവൻ ഉറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം അവനെയും കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവനെ ഉണർത്തിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഉണർന്നത്. അങ്ങനെ അവനെ ഉണർത്തിക്കഴിഞ്ഞ് ഞാനും അയറായും കൊണ്ടതാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അവനെയും കൊണ്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ ചിലപ്പോൾ നടക്കത്തില്ല, നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നടക്കണം. അപ്പം കുറച്ച് ഫ്രീ ആയിട്ട് പോകാൻ നേരി ഞാനും അയറായും കൂടെ വടക്ക് അറ്റം വരെ ഞങ്ങൾ നടന്നിട്ട് വന്നു കേട്ടോ. അങ്ങനെ നടന്ന് ആ ഭാഗത്തുള്ള ഒന്നും അയറാക്ക് കയറട്ടെ. അയറാക്ക് പിന്നെ ആ ഊഞ്ഞാലിൽ തന്നെ വന്നിരിക്കണം. അങ്ങനെ അയറായിട്ട് പിന്നെയും വന്ന് അവിടെ ഇരുന്നു. അവളെ ഊഞ്ഞാലാട്ടാനായിട്ട് ഒരാൾ അവിടെ നിൽക്കണം കേട്ടോ. പക്ഷെ നിൽക്കുന്ന ആളുടെ കൈ ഒടിയും. കാരണം അവൾ ചുമ്മാ പൊക്കത്തിലാട്ടാനാണ്. നോർമലി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇക്കാണ് ഇവളുടെ പുറയിൽ ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ നടക്കുന്നത്. ഈ ടൈമിൽ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ വിളിക്കാൻ. അങ്ങനെ അവിടുത്തെ കുറേ നേരത്തെ ബഹളത്തിന് ശേഷം ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്കും ബീച്ചിൽ വന്നപ്പോഴത്തേക്കും ആളുകൾ വന്ന് തുടങ്ങുന്ന ടൈമൊക്കെ ആവുന്നതേ ഉള്ളൂ. കാരണം ചൂടായതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ആൾക്കാർ വന്ന് 5:30 6 മണിയാകുമ്പോൾ വന്ന് രാത്രി പോകലാണ് പതിവ്. അങ്ങനെ ഒരുവിധം ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ മണ്ണിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 7:30 8 മണിയായി. ആ ടൈമിൽ നല്ല ക്രൗഡായിട്ടുണ്ട്. എന്നിട്ടും ഇവർ രണ്ടുപേരും കളി അവസാനിപ്പിക്കുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ നല്ല യുദ്ധമാണെങ്കിൽ കൂടി ഭയങ്കര സ്വരച്ചേർച്ചയാണ് ചില കാര്യങ്ങളിൽ. കളിപ്പാട്ടമൊന്നും അങ്ങോട്ടും ഷെയർ ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 8:30 ആയപ്പോൾ വീട്ടിലെത്തി. രണ്ടുപേരും ഫുഡ് കഴിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.